ഇന്നലെ രാത്രി 12 മണിക്ക് നമുക്ക് ഇന്നലെ ഒരു കല്യാണ വർക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കല്യാണ വർക്കുമായിട്ട് വീട്ടിൽ ഇറച്ചി വെട്ടി കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 12 മണിയാവും. ഒരു 11:45 11:45 ഈ അപകടം നടക്കുന്നതിന് മുമ്പ് ഒരു കാർ കയറിപ്പോയി. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ബൈക്കിൽ 3 പേരായി വരുന്നത്. ചിരിയും കളിയുമായിക്കാണ് വന്നവർ. നല്ല ചിരിയും കളിയും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരെയിരുന്നു. അപ്പോൾ വന്ന് എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഈ പള്ളിയുടെ അവിടെ വരാനായി ഏറിപ്പോയി കഴിഞ്ഞാൽ വണ്ടിയിൽ വരാൻ 1 മിനിറ്റും വേണ്ട. അതിന് മുമ്പ് ഇവിടെ എത്തും. ഭയങ്കരമായ ഒരു ശബ്ദവും കേട്ട് 2-3 വിളിയും കേട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിടേ ഇന്നപോലെ ഇപ്പം പോയ വണ്ടി അപ്പുറത്തെങ്ങാണം വണ്ടി തട്ടിക്കൊണ്ട് ഇല്ലയെന്നുണ്ട്. നോക്കിയപ്പോൾ പോസ്റ്റ് ഭയങ്കര കുലുക്കം, വീട്ടിലടയ്ക്കണ പോസ്റ്റൊക്കെ ഭയങ്കര കുലുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞ് വണ്ടി എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. വണ്ടി എടുത്തുകൊണ്ട് നമ്മളിവിടെ വന്നപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര് അവിടെ നിൽപ്പുണ്ട്. ഒരാൾ ഇതിൻ്റെ അകത്തിരിക്കണം, ഒരു വിഷയമില്ല. ഇവന്മാർ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ ഒരു വിഷയമില്ല. നമ്മൾ അതുപോലെ വണ്ടി കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം. ഈ വിറവിൻ്റെ ചുള്ളി കംപ്ലീറ്റ് അങ്ങ് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇവർ അവിടെ നിന്ന് വന്ന് കയറി ഈ ഒടിഞ്ഞു വിടുന്നതിന് ശേഷമാണ് വന്ന് കയറിയെങ്കിൽ വണ്ടി അവിടെ വയ്ക്കില്ലല്ലോ, വണ്ടി അവിടെ വയ്ക്കാക്കുള്ളൂ. ഇവർ ഇഞ്ഞ് കയറി വന്നതിന് ശേഷമാണ് ഇത് ഒടിഞ്ഞത്. സംഭവം ഇവരിവിടെ വന്ന് കയറിയത് ഇവിടെ നിന്ന് ഒടിയതും പോസ്റ്റിൽ ഒടിഞ്ഞ് ഇതിൻ്റെ പുറത്ത് വീഴുന്നത്, പോസ്റ്റ് ഒടിഞ്ഞ് തന്നെ അങ്ങ് വിടുന്നത്. ഈ കൂടെ നിന്ന് 2 ചാടി മാറിയതാണ്. അല്ലാതെ ഇവർ വരണമെങ്കിൽ അവിടെ വെച്ച് വണ്ടി നിർത്താക്കുള്ളൂ. ഈ നമ്മളാണ് ഈ ചുള്ളിയൊക്കെ പറയ്ക്കുന്നതിനകത്തിട്ട് അങ്ങ് കിടന്നത്. ആ ബൈക്കിരിക്കണതിൻ്റെ അവിടെ ഇവർക്ക് വണ്ടി വയ്ക്കാക്കുള്ളൂ, ഇങ്ങ് കയറി വരാക്കൂല. നമ്മളിവിടെ വന്നാൽ ഒരു മനുഷ്യനും ഇല്ല. ഇവർ 2, നമ്മൾ 3, അവന്മാർ 3, 6 പേരുള്ളായിരുന്നു. അതിൽ ഒരാൾ അപ്പോഴും തന്നെ കറണ്ട് അടിച്ചതിന് അപ്പോഴും തന്നെ മരിച്ചു തന്നെ ഇരിക്കുകയാണ് വണ്ടിക്കകത്ത്. ചെരുപ്പ് കാണിക്കണം. അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. തിരുവനന്തപുരം നെടുമങ്ങാട് റോഡിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് കോളേജ് വിദ്യാർത്ഥി മരണപ്പെട്ടത്. പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. നമ്മൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായി സംസാരിച്ച സമയത്തൊക്കെ അദ്ദേഹം പറയുന്നതും അറിയിച്ചിരുന്നു മരങ്ങൾ മുറിച്ചു മാറ്റണം എന്നുള്ളത്. എന്നിട്ടും അത് ചെയ്തില്ല എന്നതിൽ നോക്കിക്കാണുമ്പോൾ അവിടെ ഒരു അനാസ്ഥയുണ്ട്. KSEBിക്ക് വീഴ്ച പറ്റിയോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഈ ഒരു മഴക്കാലമാണ്, മരങ്ങളൊക്കെ മുറിച്ചു മാറ്റേണ്ടതുണ്ട്. ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളൊക്കെ, അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടത് ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിൽ നിന്ന് ഷോക്കേറ്റാണ് ഈ ഒരു മരണം സംഭവിച്ചിട്ടുള്ളത്.